ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർബോണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴെ വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള പഴയ ന്യൂസ് പേപ്പറൊക്കെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒരു പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല തിന്നായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോർണറിൻ്റെ അവിടെ വരെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു പേപ്പർ ട്യൂബ് പോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു പേപ്പർ ട്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3 കൂടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നോട്ടീസൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ മാഗസിൻ്റെ പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കട്ടയായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ഫ്രെയിം പോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിതൊരു 4 സൈഡിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ബാക്കി എക്സ്ട്രാ വരുന്ന ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഫ്രെയിം പോലെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ ട്യൂബ് ഒരു 2 സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാൾ ഡെക്കർ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സീഡ്സിനൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഒരു ഫ്രെയിമിന് മാത്രമേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കട്ടെ, നല്ലൊരു ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു, കാരണം വീഡിയോൻ്റെ ഒരു ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രെയിം ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാർട്ടൺസ് ആണ്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ കുഴി പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ വേറെ വേറെ ആക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് എന്നിട്ട് അതിനൊന്ന് ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മേലുള്ള ഒരു 4 പീസസ് ഉണ്ടല്ലോ, ഒരു പെറ്റൽ പോലെയുള്ള, അപ്പോൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അങ്ങനെ നമ്മളൊരു 2 ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ട് വേറൊരു മോഡലിൽ കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. ഒരു പെറ്റലിനെ പോലെ ഇങ്ങനെ മേലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ ഒരു 4 പെറ്റലിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ താഴോട്ട് കട്ടിങ് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 4 ഭാഗത്തും കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ ഒരു ഇതില്ലേ, ഒരു പെറ്റൽ പോലെ ഇരിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 4 പെറ്റലാക്കിയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു കുഞ്ഞു ഫ്ലവർ പോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസിയാണ്, കാരണം അതിൽ തന്നെ നല്ലൊരു ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുറത്തോട്ടൊക്കെ തള്ളി നിൽക്കുന്ന ആ ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പെറ്റൽ കുറച്ച് ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്കൊരു ലീവ്സും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർട്ടൺ തന്നെയാണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പെറ്റലിനെ പോലെ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, 4 അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു നീളത്തിൽ നല്ലൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് ലീവ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി വന്നിട്ടുള്ള ഒരു വേസ്റ്റ് ഞാൻ ഇവിടെ കളയുന്നില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ പിന്നീട് ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പെറ്റൽ ഇങ്ങനെ എനിക്ക് നോക്കിയപ്പം കുറച്ചൊരു സൈസ് കൂടുതലാണോ തോന്നുക. അപ്പോൾ പിന്നെ ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു കർവ് പോലെ ആക്കിയിട്ടൊന്നിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്ലവർ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം അങ്ങനെ ഒന്ന് വളച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ലീഫൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു 3 കളർ വെച്ചിട്ട് ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ഇങ്ങനെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കർവ്ഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മളൊരു കപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മളൊരു ലീഫിന് നമ്മളൊരു സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനിങ്ങനെ അങ്ങനെ മാത്രം കാണുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാന്ന് തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ അതിൻ്റെ ഒരു സൈഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ താഴോട്ടല്ല, അതിൻ്റെ മേലെ ഭാഗം മാത്രം നമ്മളിങ്ങനെ തിന്നായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക സിസേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മളതിങ്ങനെ അത് പരത്തി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറിനെ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള 2 എണ്ണം ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കപ്പ് പോലുള്ള ഒരു 3 എണ്ണം ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്, ആ ഒരു മോഡലിൽ തന്നെ. അപ്പോൾ അതിന് ഞാൻ യെല്ലോ കളറും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കളർ ഏതാണോ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 3 ടൈപ്പ് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 4 കളറൊക്കെ കൊടുത്തു. റെഡ് കളർ, യെല്ലോ കളർ, വൈറ്റ് കളർ, ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ആ ഒരു വാൾ ഡെക്കറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു വാൾ ഡെക്കർ ഇപ്പോൾ നന്നായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനാമൽ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ സ്റ്റെമ്മ് വേണ്ടത് അപ്പോൾ ആ രീതിയിലൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു നീളത്തിലുള്ളൊരു ഫ്രെയിമാണല്ലോ, അപ്പോൾ അതിനതായി ഒരു മോഡലിൽ തന്നെ ഞാനിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ അതിന് ചെറുതായിട്ടൊരു ബ്രാഞ്ചസ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നമ്മളുടെ ഒരു വാൾ ഡെക്കറിൻ്റെ ഒരു സൈസിനനുസരിച്ചൊക്കെ നമുക്ക് നമ്മളതുപോലെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ വേണമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ സ്റ്റിക്ക് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു റെഡ് കളർ ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ ഒരു ബ്ലൂ കളർ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു വൈറ്റ് കളർ ഫ്ലവർ, പിന്നെ യെല്ലോ കളർ, അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടി പോയൊന്ന്, നമ്മൾ കുഞ്ഞൊരു വാൾ ഡെക്കറുമാണ്, ഒരുപാട് ഫ്ലവേഴ്സും ആയി. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഏതായാലും പെയിൻറ്റ് ചെയ്തെടുത്തല്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതൊക്കെ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനെ ആകെ ഒരു മഴക്കാറൊക്കെ ആയിട്ട് ഭയങ്കര ഇരുട്ടായി, അതാണ് തീരെ ഒരു ക്ലിയർ ഇല്ലാത്ത കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലീവ്സും കൂടെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനതിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ഒരു ഗ്യാപ്പുള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു വാൾ ഡെക്കറിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുഞ്ഞ് അടക്ക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കുഞ്ഞടക്ക എടുത്തിട്ട് കുറച്ചങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു പഴയ അലൂമിനിയം ഫോയിലിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ പാർസൽ കൊണ്ടുവരുന്ന സമയത്തുള്ളത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ചുരുട്ടിയിട്ട് ഒരു കുഞ്ഞ് ബോൾ പോലെ ആക്കിയെടുക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എഗ് കാർട്ടൺസിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു പൂമ്പൊടിക്കൊക്കെ പകരം പിന്നെ അതുപോലെ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ കുഞ്ഞ് അലുമിനിയം ഫോയിലിൻ്റെ ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം കുഞ്ഞു കുഞ്ഞു ബീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് അങ്ങനെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അടക്കയുടെ ഒരു കുഞ്ഞടക്ക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, യെല്ലോ കളർ പെയിൻറ്റ്. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നല്ലൊരു ലെങ്ത്ത് കൂടിയിട്ട് വരുന്നുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞി ഒരു ബഡ്സൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് അത് പെയിൻറ്റ് ചെയ്തെടുത്തപ്പം. അപ്പോൾ നമ്മൾ അതും കൂടെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്കിലേക്ക് നല്ലൊരു അട്രാക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മിനുക്ക് പണിയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലിങ്ങനെ ആ ഒരു എന്താ പറയുക നടുക്ക് നമ്മളൊരു അലൂമിനിയം ഫോയിലും കൂടെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഒരു സെയിം കളർ ആയതുകൊണ്ട് അത്രയ്ക്കൊരു ഭംഗി തോന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൂവിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെറുതായിട്ടൊരു പൂമ്പൊടി പോലെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സാബ്രീന് വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു ബ്ലാക്കിലേക്ക് അത്രയ്ക്കൊരു അട്രാക്ഷൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു അതിങ്ങനെ കൊടുക്കുന്നുണ്ട്, ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോലെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനിങ്ങനെ ചെറുതായിട്ട് ഒരു റെഡ് കളർ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയും നമ്മളിങ്ങനെ ഒരു സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു അട്രാക്ഷൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടാമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വിട്ടു തരാണ്, കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതിനേക്കാൾ നല്ല ഐഡിയാസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ബഡ്സ് പോലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഈ ഫ്ലവറിൻ്റെ
പുറകിലുണ്ടാവുമല്ലോ ഒരു കാലിക്സ് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുക അതിന്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത പോലെ ഉണ്ട്. നമ്മൾ സ്ട്രോബെറി ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പം കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടൊന്നും ഇങ്ങനെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയായിട്ടൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ ഒരു യെല്ലോ കളറിനും വൈറ്റ് കളറിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ടച്ചൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുഞ്ഞൊരു ഫ്രെയിമൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു സൈഡ്സിലൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം കാരണം നമ്മൾ ഈ വാൾ ഡെക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗം മാത്രമല്ലേ കാണുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും ബഡ്സൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഇതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ തന്നെ അങ്ങനെ കുഞ്ഞൊരു നീളത്തിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പിസ്തയുടെ ഷെല്ലോ പിന്നെ അതുപോലെ എന്തെങ്കിലും സീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു എഗ് കാർട്ടൻസ് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മളൊരു ഡിഫറെൻറ്റ് മോഡലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ടഫുള്ള ടൈപ്പിലൊന്നല്ല, ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് നമ്മളിതിൽ കുറച്ചും കൂടെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കേട്ടോ കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു വാൾ ഡെക്കർ ഇപ്പം വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ലുക്കായിട്ട് തന്നെ ഉണ്ട് അല്ലേ. നല്ലൊരു കളർഫുൾ ആണ്. പിന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെയും അതുപോലെ ആ ഒരു ഗമ്മിൻ്റെ ഒക്കെ ചിലവ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു എഗ് കാർട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കടയിലൊക്കെ ചോദിച്ചാൽ തന്നെ കിട്ടും കേട്ടോ, അവർ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കപ്പ് പോലുള്ള ഫ്ലവർ ഇതിൽ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ലവറാണോ ഇഷ്ടം ആ ഒരു ടൈപ്പിൽ മാത്രം ഉണ്ടാക്കിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയുന്നത് ആർക്കൊക്കെയാണ് നോക്കാം. രാജേശ്വരി, സെന, നജീഹ, സിറാജ്, ഷഹാന, ഷെറി, ഒക്ടോബർ 16 ബർത്ത്ഡേ ആഘോഷിക്കുന്ന അർഷിത, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പിക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആരും തിരക്ക് കൂട്ടരുത്. കാരണം വീഡിയോൻ്റെ ഒരുപാട് ഇങ്ങനെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പിക്കും കൂടെ ഇടുമ്പോൾ ഇനിയും ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഇടാൻ നോക്കാം. അപ്പോൾ ആരും പിണങ്ങരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.